നല്ല പെരുമഴയാണ്, നല്ല കുലുക്കാണ്. അപ്പോൾ നമ്മളെ റോഡിൻ്റെയൊക്കെ കണ്ടീഷൻ അറിയാമല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവർ, മഴക്കാലമാണ്. വാഹനത്തിൽ പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാർ നമ്മളെ കൊയിലാണ്ടി വടകര റൂട്ടിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കുഴിയൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിതാ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല കുലുങ്ങി മറന്നാണ് വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൊല്ലം വിട്ട് കഴിഞ്ഞാൽ മൂടാടി, പാലക്കുളം, നന്ദി വരെയൊക്കെ അത്യാവശ്യം നല്ല കുഴിയാണ്. പിന്നെ അവിടെ തിക്കോടി വയ്യോയിൽ റോഡിനെ പറ്റി പറയാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഏർലി മോർണിങ്ങിനും നൈറ്റിലൊക്കെ പോകുന്ന ആളുകൾ, അത്രക്കുമ്പാടെ കുഴികളുണ്ട് റോഡിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിന് മുന്നേ വീഡിയോ എടുത്ത് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, പള്ളിക്കര വഴിയാണ് കാണിക്കുന്നത്. നന്ദി പള്ളിക്കര റോഡാണ് നമുക്കങ്ങനെ കാണിക്കുന്നത്. അത്രയും മഴ പെയ്യാനെ വെള്ളം നിറയാൻ നമ്മുടെ കുഴികളൊന്നും ഉണ്ടാകാത്തൊരവസ്ഥ ഉണ്ട്. നന്ദി ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെയാണ് ഇപ്പോൾ കയറുന്നത്. ഒക്കെ നല്ല ജർക്കിങ്ങും കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നല്ല മഴയാണ്. പൂക്കാട് കഴിഞ്ഞാൽ പൊയിൽക്കാവ് അങ്ങ് എത്തുമ്പോഴേക്കും നമ്മളെ റോഡിൻ്റെ കണ്ടീഷൻ മൊത്തം മാറുക കേട്ടോ. ആ ഓവുചാല വെള്ളം കയറിയിട്ട് ഏകദേശം നല്ല വെള്ളക്കെട്ടുണ്ടാവും മഴ പെയ്യുന്ന സമയത്ത്. അത് മാത്രമല്ല, റോഡിലൊക്കെ ചെറിയ കല്ലും ഗട്ടറൊക്കെ ആയിട്ട് ശരിക്കും വാഹനങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ചെറിയ വാഹനങ്ങൾ, ബൈക്ക്, ചെറിയ ഓട്ടോറിക്ഷ ഉള്ള വാഹനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ബൈപ്പാസിലെ ചെറിയ കല്ലുകൾ ഇളകി വന്നിട്ട് ടയറിൽ കുടുങ്ങിയിട്ട് സ്കിഡായിട്ട് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം ആ പൊയിൽക്കാവ് ഭാഗത്തോടൊക്കെ കടന്നു പോകുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വലിയ വാഹനങ്ങൾ നമ്മൾ ഓവർടേക്ക് ചെയ്തൊക്കെ വരുന്ന സമയത്ത് ചെളിയിൽ പൊതിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ പൂക്കാട് കഴിഞ്ഞാൽ, പൊയിൽക്കാവ് കഴിഞ്ഞാൽ, ആനക്കുളം ഏകദേശം സിലിക്ക് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം മൂടാടി നന്ദി വരെ എത്തുന്നവരെ, മൂടാടി പയ്യൽ പാലക്കുളം റോഡും ആകെ ഗട്ടറൊക്കെ വന്നൊരു കോലത്തിലായി കിടക്കുകയാണ്. അത് മാത്രമല്ല, നന്ദിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ റോഡിൻ്റെ സൈഡിലൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഓവർടേക്കൊക്കെ ചെയ്ത് വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. ഇത് അയനിക്കാട് നമ്മുടെ ആ ഒരു ചെടി വെക്കുന്ന കടയൊക്കെ ഉണ്ട്, അതിന് തൊട്ടടുത്തുള്ള സംഭവമാണ്. ഇത് നല്ല പ്ലെയിൻ റോഡ് വരികയാണ്. പക്ഷേ പ്ലെയിൻ റോഡ് പെട്ടെന്ന് തന്നെ പിന്നെ ഒരു കുഴിയായിട്ട് മാറുകയാണ്. പിന്നെ വണ്ടി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ആ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പ്രയാസപ്പെടുക. ഞങ്ങളുടെ കാറ് ഇപ്പോൾ ഞങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റേ വണ്ടിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നല്ല പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞങ്ങളെ കാറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇത് പ്ലെയിൻ റോഡാണ്. രാത്രിയൊക്കെ തന്നെ ബൈക്ക് യാത്രക്കാരൊക്കെ നല്ല അടിച്ച് പിന്നിച്ച് വരുന്ന സമയത്ത് ഈ കുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ അടിച്ച് തെറിച്ച് വീണ് അപകടം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതുപോലെ ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിലും അപകടം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുഴി തന്നെയാണുള്ളത്. നല്ല പ്ലെയിൻ റോഡ് കഴിഞ്ഞുടനെ തന്നെ കുഴിയാണ്. പക്ഷെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ കുഴി മനസ്സിലാവില്ല. പ്ലെയിൻ റോഡായിട്ട് തോന്നി നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അപകടം വരും. അപ്പോൾ അയനിക്കാട് ഭാഗത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പയ്യോളി പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലും ഇതേ അവസ്ഥ തന്നെയാണ്. നല്ല ഗട്ടറുണ്ട്. അപ്പോൾ മഴ പെയ്താൽ നമുക്കതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വലിയ വാഹനങ്ങളുടെ പിറകെ മാത്രം പോവുക, അതിനെ മാത്രം ഡയറക്ഷൻ വെച്ച് പോവുക. അല്ലാതെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ആ രൂപത്തിലാണ് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് കൊയിലാണ്ടി വടകര ഹൈവേയിലുള്ള ഗട്ടറുകളും വെള്ളക്കെട്ടുകളൊക്കെ തന്നെ. നമ്മളൊരു വണ്ടിയൊക്കെ വരുമ്പോൾ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ചെളിയിൽ പൊതിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇനിയിപ്പം കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പൂക്കാട് ചെന്നിട്ട് വേണമെങ്കിൽ ബീച്ച് റോഡ് ആശ്രയിക്കേണ്ട. ബീച്ച് റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. കാഞ്ഞിലശ്ശേരി വഴി പൂക്കാടുന്ന് കാഞ്ഞിലശ്ശേരി ചേലിയ വഴി നമുക്ക് എളാട്ടേരി കൂടെ കൊയിലാണ്ടിയിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെങ്ങോട്ടാവ് ടൗണിലൂടെയും കൊയിലാണ്ടിയിൽ എത്താൻ പറ്റും. നമുക്ക് കൊയിലാണ്ടിയിൽ എത്തിയിട്ട് പിന്നെ വേണമെങ്കിൽ പയ്യോളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ നന്ദി ഓവർ ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെയും നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ തിക്കോടി കോടിക്കൽ ബീച്ചിലൂടെ കോട്ടക്കൽ വഴി കൊളാവിപ്പാലം വഴി മൂരാടെത്താനൊക്കെ പറ്റും. അപ്പോൾ നല്ല യാത്രാമാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും നല്ല ശുഭയാത്ര നേരുന്നു.